ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ണിത്തണ്ട് ഉണ്ടാക്കുകയാണ്. ഉണ്ണിത്തണ്ട് ഇപ്രാവശ്യം ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൺപയർ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതിങ്ങനെ ചതുരത്തിൽ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ചെറിയ ഉണ്ണിത്തണ്ടായതുകൊണ്ട് തന്നെ ഒരു 3 പീസ് വെച്ചിട്ടാണ് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ തേങ്ങ അരച്ച് ഒഴിക്കാനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ സ്ലൈസസ് ആക്കി എടുത്താൽ മതി കേട്ടോ. ചെറുതാക്കി ചതുരത്തിൽ മുറിക്കുമ്പോൾ ഇവിടെ പൊതുവെ പയർ ഐറ്റംസാണ് അതിലേക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് കൊത്തിയരിഞ്ഞ് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സ്ട്രിക്റ്റ് ലോ കാർബായിരുന്ന സമയത്ത് ഞാൻ പയർ ഐറ്റംസ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഫംഗ്ഷന് പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ എന്തായാലും കാർബ് കഴിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഒരാഗ്രഹം ബാക്കി വെക്കണ്ട, മൺപയർ വെച്ചിട്ടൊന്ന് ഉണ്ണിത്തണ്ട് കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ കുതിർന്ന് കഴുകിയെടുത്ത മൺപയറിനെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ച ഉണ്ണിത്തണ്ട് കൂടെ ചേർത്ത്. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ പയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് കത്തിച്ച് വറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി കുക്കർ അടച്ച് വെച്ചതിന് ശേഷം വേവാകാനായിട്ട് സ്റ്റൗവിലേക്ക് മാറ്റാം. ഒരു വിസിൽ വരുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 15 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാകും. അത് അത്രയും കൊണ്ട് കുതിർത്തെടുത്ത പയർ വെന്ത് കിട്ടും. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ നന്നായിട്ട് കുക്കർ തണുത്തതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. പയറൊക്കെ നന്നായിട്ട് വെന്തോന്നൊന്ന് നോക്കിയതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ 2 വിസിൽ അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം അരച്ചൊഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വന്നപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ചുമന്ന മുളകും കറിവേപ്പില കൂടെ ചേർത്തിട്ട് കൂട്ടാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ചൂടോടുകൂടി ഞാനത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടെ കഴിക്കുന്നത് ബീഫ് വരട്ടിയതാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇതുപോലെ കുറുകിയ വരട്ടുകൾ എന്തെങ്കിലും അതേപോലെ മീൻ കറിയോ അരച്ച മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെറുപയറും മുതിരയും മൺപയറൊക്കെ ചേർത്തിട്ട് ഉണ്ണിത്തണ്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കൂട്ടാനാക്കിയിട്ട് വെക്കാറുണ്ട്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇടുന്നത് മറ്റൊരു രീതി. അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുകയും ചെയ്യും. ചിലർ തേങ്ങ അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കടുക് വറക്കൊന്നുമില്ല, ജസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. ഡയറ്റ് തുടങ്ങിയ കാലത്ത് ഇതുപോലെ ഞാൻ ഉണ്ണിത്തണ്ട് ഉണ്ടാക്കിയിരുന്നു. അതിനകത്തേക്ക് എൻ്റെ ഓർമ്മയിൽ തേങ്ങ മാത്രം അരച്ച് വെച്ചിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ. ഇനി വേണമെങ്കിൽ കുമ്പളം, വെള്ളരി അതൊക്കെ ചേർത്തിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾ നല്ല സ്ട്രിക്റ്റ് ഡയറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കൂട്ടാനിനോട് കൂടിയിട്ട് കുറച്ച് കഴിച്ചിട്ട് ബാക്കി പിന്നെ നമ്മൾ നോർമൽ എടുക്കുന്ന സാധാരണ വെജിറ്റബിൾസ് ഉണ്ടാക്കിയ ആ ഐറ്റം കൂടെ കൂട്ടിയിട്ട് പകുതിയാക്കി കഴിക്കാം. അപ്പോഴും നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹം കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.